നമസ്കാരം പ്രിയമുള്ളവരെ, ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളൊക്കെ എങ്ങനെയാണ് രാത്രിയിൽ കിടന്നുറങ്ങുന്നത്, പകൽ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്, ഒരു സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ പോകുന്നതെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുമോ? ഞാനതിനെ പച്ച മലയാള ഭാഷയിൽ പറയാം. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാട്ടിൽ നിയമാനുസൃതമായ രീതിയിൽ തനിക്ക് വേണ്ട സംരക്ഷണമെല്ലാം നമ്മളെ ഭരിക്കുന്നവർ, അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങൾ രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് വീട്ടിൽ കിടന്നുറങ്ങുന്നത്, റോഡിലിറങ്ങുന്നത്, നിങ്ങളുടെ മക്കളെ വിടുന്നത്, സ്പാ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാം തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അപ്പാടെ തകരാറിലാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ മകുട ഉദാഹരണം, ഏറ്റവും അവസാന ഉദാഹരണമാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ സ്പായിൽ നടന്നത്. വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ധാരാളം പെൺകുട്ടികളെ നമുക്കറിയാം, യുവതികളെ അറിയാം. ജോലി അന്വേഷിച്ച് ധാരാളം ആൾക്കാർ ഓരോ ദിവസവും ഓരോ സ്ഥാപനങ്ങളിൽ പോകുന്നതും ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് പറയുന്നതും ധാരാളമായി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. 12,000 രൂപയും 15,000 രൂപയും 9,000 രൂപയ്ക്കൊക്കെയാണ് ഈ കുട്ടികൾ പോയി ജോലി ചെയ്യുന്നത്. അത്രമാത്രം ഗതികേടിൻ്റെ അവസ്ഥയിലേക്ക് കേരളം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഭരണാധികാരികൾക്ക് അറിയില്ലെങ്കിൽ കൂടി അവരാകെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഇവർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരവർഗത്തെ അധികാരത്തിലെത്തിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ ലോക്കൽ നേതാക്കന്മാർ തൊട്ട് വൻകിട നേതാക്കന്മാരെയും നമ്മളെ സംരക്ഷിക്കുകയും നമ്മുടെ ജീവനും സ്വത്ത് സംരക്ഷണം നൽകാൻ വേണ്ടി നമ്മുടെ നികുതി പണം കൊടുത്ത് നമ്മൾ നിയമിച്ചിട്ടുള്ള നമ്മുടെ പോലീസ് സേനയിലെ 1-2% ആൾക്കാരും ചേർന്ന് നമ്മുടെ സ്വൈര്യ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല, തുടർന്നുകൊണ്ടിരിക്കുന്ന കഥയുടെ ഒരു സീൻ മാത്രമാണ് തിരുവല്ലയിൽ നടന്നത് എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ ബെർലിൻ ദാസ് എന്ന് പറയുന്നവനും സുബിൻ അലക്സാണ്ടർ, സുബിൻ എന്നാണ് അറിയപ്പെടുന്നത്, സുബിൻ അലക്സാണ്ടർ എന്ന് പറയുന്ന 2 കൊടും ക്രിമിനലുകൾ, അതിലൊരുത്തൻ കാപ്പ കേസിൽ പ്രതിയായിട്ട് 2 ദിവസം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അവനൊരു സ്പായിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ ജീവനക്കാരോട് 50,000 രൂപ ആവശ്യപ്പെടുന്നു. ആദ്യം 30,000 ചോദിക്കുന്നു, പിന്നെ 50,000 ചോദിക്കുന്നു. പിന്നെ ദേഹത്ത് കിടക്കുന്ന സ്വർണം ചോദിക്കുമ്പോൾ ആ യുവതി പറയുന്നു ഇതൊന്നും തന്നെ സ്വർണ്ണമല്ല എന്ന് പറയുന്നു. സ്വർണ്ണമല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവൻ ആ സ്ത്രീയെ കത്തികാട്ടി ഒരു റൂമിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുവച്ച് 2 മണിക്കൂറോളം ആ യുവതിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കുന്നു. കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് 2 മണിക്കൂറോളം അവനും അവൻ്റെ സുഹൃത്തുക്കളും അവിടെ ശരീരം ഭോഗിക്കുന്ന സമയത്ത് അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നു. കൂടാതെ അവിടെ വന്ന ഒരു കസ്റ്റമറെ പൂർണ്ണ നഗ്നനായി കട്ടിലിൽ കിടത്തി ഇവരോടൊപ്പം നിർത്തി ഫോട്ടോ എടുക്കുന്നു. ഇതിനുശേഷം അവൻ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, പണ്ടൊരു നടൻ അവൻ്റെ സമാന രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ, ഒരു യുവതി, അവൻ്റെ മകളാവാൻ പ്രായമുള്ള സ്ത്രീയെ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്തപ്പോൾ അന്ന് സുനിൽകുമാർ പറഞ്ഞ പോലെ തന്നെ ആ സുനിൽകുമാർ എന്താണോ പറഞ്ഞത് അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. ഇതൊരു കൊട്ടേഷനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കേരള സംസ്കാരത്തെ മാറ്റിയതിന് നടൻ ദിലീപിന് ബഹുമതി തന്നെ കൊടുക്കണം സർക്കാർ കഴിയുമെങ്കിൽ. കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണ്ടകൾക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു ഈ കൊട്ടേഷൻ റേപ്പ്. അത് പൾസർ സുനിയിലൂടെ നടപ്പിലാക്കുകയും ആ കേസിൽ നിന്ന് വളരെ കൃത്യമായി ഊരിപ്പോവുകയും ചെയ്ത നടൻ ദിലീപാണ് ഇതിൻ്റെ കേരളത്തിലെ ആദ്യത്തെയും ഉപജ്ഞാതാവും അതിൻ്റെ സൃഷ്ടികർത്താവും എന്ന് പറയാതെ വയ്യ. ഒരു സ്ഥാപനത്തിൽ ധൈര്യമായി ചെന്ന് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ തിരുവല്ല പോലുള്ളൊരു ചെറിയ പട്ടണത്തിൽ ഗുണ്ടാപ്പിരിവുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സ്പാകളിലെല്ലാം തന്നെ പോലീസ് പോകുന്നുണ്ട്, ഗുണ്ടാപ്പിരിവിനെന്ന് പോകുന്നു. എല്ലാ മാസവും മാസപ്പടി കൊടുത്തില്ലെങ്കിൽ ഇവർ സൗജന്യ സേവനവും അതിനോടൊപ്പം തന്നെ ഗുണ്ടാപ്പിരിവും പോലീസും നടത്തുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഞെട്ടൽ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ സഞ്ജയ് എന്ന് പറയുന്ന തൃശ്ശൂരുകാരനാണ് ഈ സ്പായുടെ ഉടമ. ഞാൻ മനസ്സിലാക്കുന്ന അയാൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്പാ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ള സ്പായിലെ ബിസിനസ് കുറഞ്ഞപ്പോൾ ഈ സ്പായിൽ ആൾക്കാർ പോകുന്ന സമയത്ത് അവിടുത്തെ ടെലികോളറാണ് ഈ പെൺകുട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വാക്ചാതുര്യത്തിലോ സംസാരത്തിലോ അവിടത്തേക്ക് കൂടുതൽ ആൾക്കാർ ചെല്ലുന്നപ്പോൾ തൊട്ടടുത്തുള്ള സ്പായിലെ ആൾക്കാർ 1-2 പേർ ചേർന്ന് കൊടുത്ത കൊട്ടേഷനാണ് തിരുവല്ല പോലുള്ളൊരു സ്ഥലത്ത് ഈ സംഭവം നടന്നത്. 1-ാം തീയതി നടന്ന സംഭവത്തിന് വിവരം അറിഞ്ഞിട്ട് പോലും 3-ാം തീയതി വരെ പോലീസ് കാത്തിരുന്നിട്ട് 3-ാം തീയതിയാണ് എഫ്ഐആർ ഇട്ടത്. എന്നിട്ടും ഈ സാധാരണഗതിയിൽ ഈ ഓരോ പ്രതികൾക്ക്, മോഷണം നടത്തുന്നവർക്ക് അവരുടേതായ പാറ്റേൺ ഉണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കൊരു പാറ്റേൺ ഉണ്ട്. എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവർ തൊട്ടടുത്ത സ്റ്റേറ്റിലേക്ക് പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അങ്ങനെ സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്നവനാണ് സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ. പക്ഷേ ഈ പ്രശ്നം നടന്ന 3-4 ദിവസമായിട്ട് പോലും സുബിൻ അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ കൃത്യം നടക്കുന്ന സമയത്ത് ഇത് കൊട്ടേഷനാണെന്നും നീ ആരോട് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലെന്നും ഉന്നത രാഷ്ട്രീയ പോലീസ് ബന്ധം എനിക്കുണ്ടെന്ന് ഒരു കുന്തം ചെയ്യാനില്ല എന്ന് അവൻ അഹങ്കാരത്തോടെ പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു ഗുണമുണ്ടായി. അവൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് അവൻ വളർത്തുന്ന 2 പട്ടി ഉണ്ടായിരുന്നു.
അതിന് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു തോന്നുന്നു. ആ പട്ടി ഈ പോലീസുകാരെ ആക്രമിച്ചു, ചെറിയൊരു മാന്തലൊക്കെ കൊടുത്തു. ആ പട്ടിക്ക് അവൻ്റെ യജമാനോട് തോന്നിയ ഇതുപോലും ഒരു സാധാരണ നിസ്സഹായ സ്ത്രീക്ക് ജീവിക്കാൻ വേണ്ടി പോയ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുവാൻ ഈ സ്റ്റേറ്റിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം മൊത്തം അപ്പാടെ പാളിക്കിടക്കുന്നു നാം മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? ഇവർ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? ഈ യൂണിഫോമിനൊരു വിലയില്ലേ? കേരള പോലീസിന് വിലയില്ലേ? ആ കേരള പോലീസിലെ 1-2% ആൾക്കാർ ആ സേനയെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സത്യം. നമ്മളത് മനസ്സിലാക്കി നോക്കുക. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇങ്ങനെ നമുക്ക് ചോദിക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ട് ഒറ്റ ഒരാൾ പോലും ആ കൃത്യം നടക്കുന്ന 2 മണിക്കൂർ സമയത്ത് അവിടെ മറ്റ് ജീവനക്കാരികളുണ്ടായിരുന്നു. അവളുമാർ ആരെങ്കിലും തന്നെ 112ലേക്ക് ചുമ്മാതൊന്ന് മൊബൈൽ അടിച്ചാൽ പോലും ആൾ വരുമായിരുന്നു. പക്ഷേ ഈ സ്ത്രീ പറയുന്നു, തന്നെ ഈ കൃത്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം പുറത്തേക്ക് വലിച്ചിരിച്ചുകൊണ്ട് വരുമ്പോൾ അവളുമാർ ഈ കൊട്ടേഷനുമായി വന്ന ആൾക്കാരുമായി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കണ്ടതെന്ന്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു വേറെ സ്ത്രീയാണെന്ന് മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ്റെ നമ്മുടെ ബദ്ധശത്രു ആരാണെന്നും ബദ്ധമിത്രമാണെന്നും ആരാണെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനപ്പുറം എന്താണ് പറയാനുള്ളത് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. എന്തായാലും കൊട്ടേഷൻ ബലാത്സംഗം നടക്കുന്ന ഈ നാട്ടിൽ ധൈര്യപൂർവ്വം വെളിയിലിറങ്ങാൻ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ പോലീസ് രാജൊക്കെ അവസാനിച്ചു. പോലീസ് രാജാണോ എന്ന് വെച്ചാൽ സാധാരണക്കാരന് മാത്രമേ പോലീസ് രാജുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം നമ്മുടെ മക്കൾ നമ്മൾ മൊബൈൽ ഫോൺ വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ എടുത്താൽ അത് ക്രിമിനൽ കുറ്റം, വലിയ കുറ്റമാണ്. 2 ഹെൽമെറ്റ് ഇല്ലാതെ ഒരാൾ അത്യാവശ്യത്തിന് ഹെൽമെറ്റ് ഇല്ലാതെ വഴിയിൽ നിൽക്കുന്ന ഒരാളിനെ വിളിച്ച് പുറയിൽ വെച്ചുകൊണ്ട് പോയാൽ അത് വലിയ കുറ്റമാണ്. ഉടനെ താക്കോല് പിടിക്കുന്നു, വിളിച്ചു പറയുന്നു, നമ്മളെ കൂടെ വിടുന്നു, ചേസ് ചെയ്ത് പിടിക്കുന്നു. എന്തെല്ലാം കർമ്മങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഇപ്പോൾ പറഞ്ഞനുസരിച്ച് ഒരു സബ് ഇൻസ്പെക്ടർ മാത്രമേ നമ്മുടെ വണ്ടി തടയുവാനും നമുക്ക് പെറ്റിയടിക്കാനും പറ്റത്തുള്ളൂ. പക്ഷേ റാങ്കിലുള്ള ആളായിരിക്കണം. പക്ഷേ ഡെയിലി വേജസിലുള്ള ഹോം ഗാർഡുകൾ വരെയാണ് ഇപ്പോൾ നമുക്ക് പെറ്റി അടിച്ചു കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ആ ഓർമ്മയെങ്കിലും കുറേ ഹോം ഗാർഡുകളെ കൊണ്ടെങ്കിലും എല്ലാ ഇത്തരം സ്ഥാപനങ്ങളുടെ മുമ്പിൽ സർക്കാർ നിയമിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ വൈരാഗ്യം തോന്നുമ്പോൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഇത്തരം യുവതികളെ കയറി ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഉറപ്പായ രീതിയിൽ മുമ്പോട്ട് പോകും. ഈ രീതിയാണ് പോകുന്നതെങ്കിൽ ഇതിന് തുടക്കം കുറിച്ച മലയാളത്തിൻ്റെ എക്കാലത്തെ യുവ നടനായ എന്ന് പറയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആ നടന് നമോഭാഗം. അതിനപ്പുറം ഒന്നും പറയാനില്ല. അയാളാണല്ലോ വഴി തെളിച്ചു കൊടുത്തത്. നന്ദി, നമസ്കാരം.